ദൈവത്തിന് സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെ അധികരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതിൽ സ്തെഫാനോസിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു സ്തെഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ പറഞ്ഞു കിരീടം എന്നാണ്. സ്തെഫാനോസിനെ കുറിച്ച് എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ഒന്ന്, വിശ്വാസം നിറഞ്ഞവൻ. രണ്ടാമത്തെ കൃപ നിറഞ്ഞവൻ. മൂന്നാമത്തേത് ഭക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. ഭക്തിയും ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. നാലാമത്തേത് പ്രകാശം നിറഞ്ഞവൻ. 5 ധൈര്യം നിറഞ്ഞവൻ. നമുക്ക് ആറാമത്തേത് ചിന്തിക്കാം. വചനത്താൽ നിറഞ്ഞവൻ. നമ്മൾ 7-ാം അധ്യായം പഠിക്കുമ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗം മറ്റുള്ള പ്രസംഗങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചതിൽ നിന്നും പൗലോസ് പ്രസംഗിച്ചതിൽ നിന്നും പത്രോസിന്റെ 2-ാം പ്രസംഗത്തിൽ നിന്നും എല്ലാം വ്യത്യസ്തമായൊരു പ്രസംഗമാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. എന്തെന്ന് ചോദിച്ചാൽ ആ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ അബ്രാഹാമിൽ തുടങ്ങുകയാണ്. അബ്രാഹാം മുതലുള്ള സകല ചരിത്രങ്ങളും പ്രതിപാദിക്കുന്ന, നമുക്ക് സമയം കിട്ടിയാൽ നമ്മൾ അതിനെ കുറിച്ച് പറയും. അപ്പൊ നമ്മള് ഈ 7-ാം അധ്യായത്തിൽ തന്നെ 7-ാം അധ്യായത്തിന്റെ 60 വാക്യങ്ങളാണ് 7-ാം അധ്യായത്തിനുള്ളത്. ഈ 60 വാക്യങ്ങളില് 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ സ്തെഫാനോസിന്റെ പ്രസംഗമാണ്, സ്തെഫാനോസിന്റെ സംവാദമാണ്. ഈ 53 വാക്യങ്ങളിലും നമ്മളിത് ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു സംക്ഷിപ്തമായ ഇസ്രായേൽ ചരിത്രം മുഴുവനുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ വചനത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ന്യായപ്രമാണ പുസ്തകം സംബന്ധിച്ച, യഹൂദ ചരിത്രം സംബന്ധിച്ച, പ്രവാചകന്മാരുടെ എഴുത്തുകൾ സംബന്ധിച്ച, രാജാക്കന്മാരുടെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച, ന്യായാധിപന്മാരുടെ ഭരണചക്രങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളുടെ എല്ലാം സമഗ്രമായ ഒരു അറിവ് സ്തെഫാനോസിന് ഇല്ലെങ്കിൽ സ്തെഫാനോസിന് അങ്ങനെ പ്രസംഗിക്കാനായിട്ട് കഴിയില്ല. സ്തെഫാനോസിന്റെ ഉള്ളിൽ ദൈവവചനം കുത്തി നിറച്ചിരുന്നു. താൻ വിസ്തരിക്കപ്പെടുമ്പോഴും തന്നെ കല്ലെറിയുവാൻ റെഡിയായി അപ്പുറത്ത് ശത്രുക്കൾ നിൽക്കുമ്പോഴും തനിക്കെതിരെ ധാരാളം പോരാട്ടങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് സ്തെഫാനോസ് തളർന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അവന്റെ ഉള്ളിൽ ദൈവവചനം സംഗ്രഹിച്ചിരുന്നു. പതറാതെ നിൽക്കണമെങ്കിൽ, ജീവിതയാത്രയിൽ പതറാതെ നിൽക്കണമെങ്കിൽ, ജീവിതയാത്രയിൽ തളരാതെ നിൽക്കണമെങ്കിൽ, ജീവിതത്തിലുണ്ടാകുന്ന എതിർപ്പുകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ സാരമില്ലെന്ന് പറഞ്ഞ് അവയെ വകഞ്ഞു മാറ്റി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവചനം പഠിക്കണം. ദൈവമക്കളെ, ദൈവവചനം പഠിക്കണം. ചുമ്മാ വായിച്ചിട്ടും ചുമ്മാ എഴുതിയിട്ടും കാര്യമില്ല. നമ്മൾ പഠിക്കണം, നല്ലൊരു പഠിതാവാകണം. അപ്പൊ നമ്മൾ ചിന്തിക്കുമായിരിക്കും, എൻ്റെ പ്രായം അതിനനുവദിക്കുന്നില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. മക്കളുണ്ട് വീട്ടില്, കൊച്ചുമക്കളുണ്ട് വീട്ടില്, അങ്ങനെ ഇങ്ങനെ നമുക്ക് എക്സംഷൻസ് ധാരാളം നമുക്ക് പറയാൻ കാണും. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും നമുക്ക് ഉറങ്ങാൻ നേരമുണ്ടല്ലോ, എത്രയൊക്കെയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ നേരമുണ്ടല്ലോ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് കുളിക്കാൻ നേരമുണ്ടല്ലോ, എന്തൊക്കെയാണെങ്കിലും അടങ്ങി ഒതുങ്ങി ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ നമുക്ക് നേരമുണ്ടല്ലോ. നമുക്ക് ഇതിന് മാത്രമല്ലേ നേരമില്ലാത്തതുള്ളൂ. നിർബന്ധപൂർവം ദൈവവചനം ശ്രദ്ധിച്ചു പഠിക്കാൻ നാം തയ്യാറായാൽ ദൈവവചനത്തിൽ നിറഞ്ഞ സ്തെഫാനോസിനെ പോലെ അടി വരട്ടെ, കല്ലേറ് വരട്ടെ, ദുരന്തങ്ങൾ വരട്ടെ,
അപകടങ്ങൾ വരട്ടെ, അടിക്കടി രോഗങ്ങൾ വരട്ടെ, എന്തു വന്നാലും കുലുങ്ങിപ്പോകാതെ നിൽക്കാൻ ദൈവവചനം എന്ന അമൂല്യ സമ്പത്ത് ഭിത്തിപ്പുറത്തല്ല, ഷെൽഫിലല്ല, ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെക്കണം. സ്തെഫാനോസ് വചനം നിറഞ്ഞവനായിരുന്നു. ഏഴാമത്തേത് സ്നേഹം നിറഞ്ഞവനായിരുന്നു. 7:60 വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. എന്താണ് അവസാനം പറഞ്ഞത്? സുവിശേഷകനായ കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ദൈവവേല ചെയ്ത, എന്നോട് യുദ്ധം ചെയ്ത ഇവനെ കർത്താവേ നീ വെറുതെ വിടരുത് എന്നാണോ? ഇന്നത്തെ സുവിശേഷകന്മാർക്ക് പോണ വഴിക്ക് എങ്ങാനും സുവിശേഷകന്മാർ പറയും, എങ്ങാനും പോകുന്ന വഴിക്ക് അവന് കല്ലെറിയോ അവനോട് വിരോധം പറയുകയോ ചെയ്ത ഒരാൾ പോണ വഴിക്ക് വീണാൽ അപ്പൊ ഫോൺ ചെയ്ത് പറയും, പാസ്റ്ററോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, സുവിശേഷകനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കർത്താവിനേക്കാൾ വലിയ പുള്ളിയല്ലേ? സ്തെഫാനോസിനേക്കാൾ വലിയ പാർട്ടിയല്ലേ? ചിലരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. എന്നെ പോലുള്ള ഉപദേശിമാര് നമ്മളെ പോലുള്ള പാവങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും. ഉപദേശിയുടെ മേലെ വിരൽ ചൂണ്ടിയാൽ വിവരം അറിയും. ദൈവമക്കളെ, വിരൽ ചൂണ്ടാനും പറയാനുമല്ല ദൈവവചനം പഠിപ്പിച്ചേക്കണേ. സാരല്ലടാ, ക്ഷമിക്കേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനാ കർത്താവ് പഠിപ്പിച്ചേക്കണേ. ഇത് ഏത് ആത്മാവിലാണെന്ന് എനിക്കറിയില്ല. ആരെയും ശപിക്കാൻ, ആർക്കും ദോഷം വരാൻ നമ്മുടെ നാവ് ഉയർത്തി പറയരുത്. ഓരോ ദൈവദാസനും സ്നേഹം നിറഞ്ഞവനായിരിക്കും. ഇനി എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, സ്തെഫാനോസ് പ്രാർത്ഥിച്ചു കേട്ടില്ലേ? എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, ദൈവമേ അവൻ നശിച്ചു പോകരുതേ. അതാണ് സ്നേഹം. അതാണ് സ്നേഹം. അവന്റെ അറിവ് കേടുകൊണ്ട് അങ്ങനെ ചെയ്തു പോയി, ക്ഷമിക്കണമേ കർത്താവേ. ഇതാണ് സ്നേഹം. എന്നോട് അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് അവൻ അങ്ങനെ സംഭവിച്ചതെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ പോലും നമ്മൾ പറയണം, അങ്ങനെ പറയരുത് സുഹൃത്തെ, അങ്ങനെ പറയുന്നു. അപകടങ്ങൾ സ്വാഭാവികമാണ്, അത് യാത്രയിൽ ഉണ്ടാകും. അത് എന്നോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണെന്ന് അടിക്കുറിപ്പ് എഴുതാൻ തുനിയരുത്, ചെയ്യരുത്, പറയരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹമുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം നിറഞ്ഞൊരു ഉറവ പുറപ്പെടില്ല. സ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് പ്രതികാരത്തിന്റെയും ശാപത്തിന്റെയും വാക്കുകളോ ശബ്ദങ്ങളോ പുറപ്പെടില്ല. ആ സ്നേഹമാണ് നമ്മിൽ നിറയേണ്ടത്. സ്തെഫാനോസ് സ്നേഹം നിറഞ്ഞവനായിരുന്നു. പീഡകർ വലിച്ചെറിഞ്ഞ കല്ലുകൾ അവന്റെ തല തകർക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും അവന്റെ
സ്നേഹഹൃദയത്തെ തകർക്കാൻ അവരുടെ കല്ലുകൾക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ അധരങ്ങൾ രക്തകണങ്ങളെ കൊണ്ട് കുതിർന്നിരുന്നുവെങ്കിലും അവർക്ക് വേണ്ടിയുള്ള അവന്റെ സ്നേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വന്നില്ല. അതിൽ നിന്ന് അവൻ പിന്തിരിപ്പിക്കാൻ ചുണ്ടുകളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ കൃപയും സ്നേഹവും സ്തെഫാനോസിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവന്റെ മേൽ ആദ്യത്തെ കല്ല് പതിക്കും മുമ്പ് അവൻ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദർശനമായിരുന്നു. എന്നെ തെരഞ്ഞെടുത്തവൻ എന്നെ നോക്കി എന്റെ നേരെ ദൈവസിംഹാസന സ്ഥാനത്ത് എഴുന്നേറ്റിരിക്കുന്നു എന്ന അറിവ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 7 കാര്യങ്ങളാണ് സ്തെഫാനോസിനെ കുറിച്ച് നമുക്ക് 6-ാം അധ്യായത്തിൽ നിന്നും മറ്റിതര ഭാഗത്തു നിന്നും പഠിക്കാനായിട്ട് ഉള്ളത്. 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലിബർത്തീനർ. ആരാണ് ലിബർത്തീനർ എന്ന് പറഞ്ഞു. അടുത്തത് അവിടെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ ബാക്കി ഭാഗത്ത് കുറേനക്കാർ. ആരാണ് ഈ കുറേനക്കാർ? കുറേന എന്ന് പറയുന്നത് വടക്കേ ആഫ്രിക്കയിലെ ലിബിയ എന്ന സംസ്ഥാനത്തെ ഒരു പട്ടണമാണ്. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈജിപ്തിന്റെ തലസ്ഥാനമായിരുന്നു. ഇപ്പോൾ ഈജിപ്തിന്റെ തലസ്ഥാനം കെയറോയാണ്. ഈജിപ്തിന്റെ പഴയ തലസ്ഥാനം അലക്സാണ്ട്രിയ ആയിരുന്നു. പിന്നെ അവിടെ പറയുന്ന മറ്റൊരു മഹാനായ അലക്സാണ്ടർ സ്ഥാപിച്ചതാണ് ഇത്. BC 332 അലക്സാണ്ട്രിയ എന്ന പട്ടണം മഹാനായ അലക്സാണ്ടർ സ്ഥാപിച്ചതാണ്. BC 30 ഇത് റോമിന്റെ അധീനതയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അലക്സാണ്ട്രിയ റോമിന്റെ ഒരു ധ്യാനപ്പുരയായിരുന്നു എന്ന് പറയാം. ധ്യാനമല്ല, ധാന്യം, നെൽപ്പുര. അതുകൊണ്ട് അവിടേക്ക് ധാരാളം യഹൂദന്മാർ കുടിയേറി പാർത്തു. ധാന്യ വ്യവസായം യഹൂദന്മാരുടെ കുത്തകാവകാശമായി മാറി. ഗ്രീക്ക് തത്വജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യഹൂദ പണ്ഡിതന്മാർ തങ്ങളുടെ മതപരമായ സിദ്ധാന്തങ്ങളെല്ലാം ക്രോഡീകരിച്ചത് ഈ അലക്സാണ്ട്രിയയിൽ വെച്ചായിരുന്നു. അടുത്തതാണ് കിലിക്കിയ. കിലിക്കിയ എന്ന് പറയുന്നത് ആസിയയിലെ ഒരു പട്ടണമായിരുന്നു. പൗലോസ് അവിടുത്തുകാരനായിരുന്നു. കിലിക്കിയ ദേശത്തിലെ തർസോസുകാരനായിരുന്നു പൗലോസ്.
ആസ്യ. ആസ്യ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ആസ്യ എന്ന് പറയുന്നത് ഒരു റോമൻ പ്രവിശ്യയായിരുന്നു. ഇത് BC 133 ഇത് രൂപീകരിച്ചത്. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആസ്യ സ്ഥിതി ചെയ്യുന്നത്. എഫേസോസ് ആയിരുന്നു ഇതിന്റെ തലസ്ഥാനം. ആത്മാർത്ഥതയുള്ള സ്തേഫാനോസ് ഇത്രമാത്രം ത്യാഗം ഏറ്റെടുത്തത്, സ്തേഫാനോസ് ഇത്രമാത്രം സങ്കടങ്ങൾ ഏറ്റെടുത്തത്, കർത്താവിന് വേണ്ടി ഏത് ത്യാഗവും ഏറ്റെടുത്തത് പണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. കർത്താവിനുള്ള സ്നേഹമായിരുന്നു അതിന്റെ ആധാരം. ആത്മാർത്ഥതയുള്ള കർത്താവിന്റെ വേലക്കാർ പ്രതിഫലം നോക്കാതെ വേദനകളും ത്യാഗങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകും. ആത്മാർത്ഥതയുള്ള വേലക്കാർ പ്രതിഫലം നോക്കാതെ ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുത്ത് വേല ചെയ്യാൻ തയ്യാറാകും. ആത്മാർത്ഥതയുള്ള വേലക്കാരുടെ വ്യക്തിപരമായ ചില പ്രത്യേകതകൾ നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. സ്തേഫാനോസിനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു വേലക്കാരനായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് വാഞ്ചിക്കാം. ഒന്ന്, ആത്മാർത്ഥതയുള്ള സുവിശേഷകന്റെ സവിശേഷതകൾ. എട്ടാം വാക്യം, 6-8 വാക്യം. ശക്തി, ആത്മീക ശക്തി 1. 2, 10 വാക്യം, സ്വർഗീയ ജ്ഞാനം. 3, നിർഭയമായ ധീരത. 12 മുതൽ 15 വരെ. എന്താ നിർഭയമായ ധീരത എന്ന് പറയണേ? അപകടത്തിൽ ശാന്തത, പ്രതികൂലങ്ങളിൽ സമചിത്തത. നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കാർമേഘം അങ്ങ് കാണുമ്പോഴേക്കും നമ്മളിവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പരാക്രമം തുടങ്ങും. നമ്മളൊക്കെ അങ്ങനെയാണ്. വരുന്നതെന്തും വരട്ടെ എന്നല്ലാതെ എനിക്ക് പാടില്ല എന്ന് പാടിയ പാട്ടുകാരൻ, നിനക്ക് വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, എനിക്ക് വേറെ ആശയമൊന്നുമില്ല, ഈ ആഴമേറിയ സമർപ്പണം, ഈ ചോദ്യം, അതെല്ലാം നിർഭയമായ ധീരതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ജ്വലിക്കുന്ന തീഷ്ണത,
നാലാമത്തെ കാര്യം 13ാമത്തെ വാക്യത്തിലും കള്ളസാക്ഷികളെ നിർത്തി അവനെതിരെ ജനത്തെ ഇളക്കി വിട്ടു. 13ാം വാക്യത്തിന്റെ അവസാനം ഒരു വാക്കുണ്ട്, ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്തെഫാനോസിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഇടതടവില്ലാതെ ന്യായപ്രമാണത്തെ പ്രസംഗിക്കുന്നു. അഥവാ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന സാരം ഇടതടവില്ലാതെ ഇടപെടാതെ സംസാരിക്കുന്നു. തീഷ്ണത. ആരെ കണ്ടാലും ട്രാക്ട് എടുത്തു കൊടുക്കും, ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും, ചുരുണ്ടുകൂടുകയല്ല, ആരെ കണ്ടാലും കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തും. ഇതാണ് ആ തീഷ്ണത. 5 വ്യക്തിഗതമായ വിശുദ്ധി. വാക്യം 15 എന്താണ്? 15ാം വാക്യത്തിൽ നാം കാണുന്നത്, 15ാം വാക്യത്തിൽ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ. വ്യക്തിപരമായ വിശുദ്ധിയാണ് അവന്റെ മുഖത്ത് വെട്ടിത്തിളങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ആത്മാർത്ഥതയുള്ള കർത്തൃ ശുശ്രൂഷകന്മാർ ഇതേ രീതിയിൽ കർത്താവിന് വേണ്ടി നിന്നാൽ, ഭാരതത്തിൽ നിന്നാൽ ഭാരതം കർത്താവിനെ അറിയും. അനേകർ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു വരും. പക്ഷെ ഇന്ന് നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങൾ തന്നെ ന്യൂ ജനറേഷനെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളായ നമ്മളുടെ പെരുമാറ്റം കാരണം കൂട്ടായ്മയ്ക്കും പോകും, പള്ളിയിലും പോകും, സുവിശേഷത്തിന് വേണ്ടി നായ്ക്ക് 40 വട്ടം നടക്കും, ഒരു കുറവുമില്ല. പക്ഷെ വീട്ടിലെല്ലാം നേരെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ളിടത്ത് ന്യൂ ജനറേഷൻ, അടുത്ത തലമുറ നമ്മളോട് ചേർന്ന് വരാതിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ സമയം കിട്ടിയാൽ എല്ലാം നമ്മൾ ഉപദേശിയുടെ, പാസ്റ്ററുടെ, അച്ഛന്റെ, തിരുമേനിയുടെ കുറ്റങ്ങൾ വായിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ കർത്താവിനോടൊരു അകൽച്ച സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. 7ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു. സ്തോത്രം. 7ാം അധ്യായം നമുക്ക് 2ആയി വിഭജിക്കാം. എന്താണ്? 1, ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ സ്തെഫാനോസിന്റെ പ്രതിവാദം 1 മുതൽ 53 വരെ. 1 മുതൽ 53 വരെ. 2, സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നത്. 7:54 മുതൽ 60 വരെ. പ്രിയ ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ചീട്ടെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാൻ ചീട്ടെടുക്കുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാകുക എന്നാണ്, മരണത്തിന് ചീട്ടെടുക്കുക എന്നാണ് പറയപ്പെട്ടിരുന്നത്. അത്ര ഉറപ്പായിരുന്നു ക്രിസ്ത്യാനിയായി മുൻപോട്ട് വന്ന് പ്രവർത്തിച്ചാൽ മരണം ഉറപ്പായിരുന്നു. എന്നാൽ അവർക്ക് ഒരു കാര്യം കൂടി ഉറപ്പായിരുന്നു, മരിച്ചാൽ ഉയർക്കും എന്ന കാര്യവും അവർക്ക് ഉറപ്പായിരുന്നു. അതാണ് പ്രത്യാശ. അതുകൊണ്ട് എപ്പോൾ മരണം സംഭവിക്കുമെന്ന് അറിയില്ലാത്തതിനാൽ പിടിക്കപ്പെടുന്നത് എപ്പോഴാണെന്നോ പ്രതിവാദം എപ്പോഴാണെന്നോ മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, 3:15 വാക്യം,
1 പത്രോസ് 3:15 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ശരിക്കും ആ വാക്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. 1-ാം നൂറ്റാണ്ടിൽ ഏത് സമയത്തും സുവിശേഷ വിരോധികളുടെ കരങ്ങളിൽ അകപ്പെടാം, എപ്പോൾ വേണമെങ്കിലും വിസ്തരിക്കപ്പെടാം. എന്നാൽ എപ്പോൾ വിസ്തരിക്കപ്പെടേണ്ട സാഹചര്യം വന്നാലും എന്റെ പ്രത്യാശയെ കുറിച്ചുള്ള കൃത്യമായ മറുപടി പറയാൻ ഒരുങ്ങിയിരിക്കണം. ബബ്ബ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. സ്തേഫാനോസ് പറഞ്ഞില്ലേ, അബ്രാഹാം മുതൽ സ്തേഫാനോസ് വരെയുള്ള ചരിത്രം അവൻ പറഞ്ഞു. മണിയായിട്ട് പറഞ്ഞു, അടക്കടക്കായിട്ട് പറഞ്ഞു. നമ്മളത് വായിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അടക്കടക്കായിട്ട് പറയാം. നമുക്ക് സൗകര്യം കിട്ടിയാൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോ ഏത് സമയത്തും യേശു കർത്താവിന്റെ നാമത്തെ പ്രതി, വചനത്തെ പ്രതി വിസ്തരിക്കപ്പെടേണ്ടി വന്നാൽ ഉചിതമായി ഇത് പറയുവാനുള്ള അത്യാവശ്യമായ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ആത്മീയ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളില് വീട് കയറാനായിട്ട് ഹൗസ് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് വിടുന്ന ചില സീനിയേഴ്സ് പറഞ്ഞു തന്നു വിടും. ഞങ്ങൾക്ക് പിള്ളേരെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വിടും. അതിലൊന്ന്, അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ അനുഭവത്തിലൂടെ മറുപടി പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. 1. 2, വചനത്തിലൂടെ മറുപടി പറയാനായിട്ട് തയ്യാറായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ അതിന്റെ ലീഡറായിട്ട് വിടും. അപ്പോൾ ലീഡറായിട്ടുള്ള ആള് ഏത് ചോദ്യങ്ങൾ വന്നാലും അതിന് മറുപടി പറയാൻ ഒരുക്കമുള്ള ഒരാളുടെ കൂടെ അത്രയും പരിചയസമ്പത്തില്ലാത്ത, പഠനമില്ലാത്ത 2-3 പേരെ ചേർത്ത് വിടും. കുറെ കാലം പോയി കഴിയുമ്പോൾ ആ ആള് ലീഡർഷിപ്പിലാകും. അപ്പോ ചിലർ നമ്മളോട് എതിർക്കും, ചിലർ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്കുണ്ടായിട്ടുണ്ട് ധാരാളം എന്ന് പറയുന്നില്ല, 2-3-4 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യങ്ങൾ. യാക്കോബായ കുടുംബത്തിൽ, യാക്കോബായ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ ടീമായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർ ഇവിടെ സുവിശേഷം വേണ്ട, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇറയത്ത് കയറിയതാ, ഇറങ്ങിപ്പോരുമ്പോ പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട്, പോന വഴിക്ക് പറഞ്ഞേച്ചു വരാൻ. ഞങ്ങളത് അവസാനത്തെ അറ്റകൈ പ്രയോഗമാണ്, അത് പറഞ്ഞിട്ട് വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. അല്ലല്ല, മനസ്സന്തരപ്പെടാൻ ഞാൻ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ 2 വാക്യം പറഞ്ഞിട്ട് അവന്റെ കോമ്പൗണ്ട് വിടാവോളുന്ന നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചാൽ കാണാപ്പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം ചില ക്യാപ്സ്യൂളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാജകീയ സൗകര്യത്തിലല്ലേ ജീവിക്കണേ. എന്തിട്ട് പീഡ വരാൻ നമ്മൾ ആരും വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല. നമ്മൾ ആരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും യേശുവിനെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല. സഭകളെ കുറിച്ചൊക്കെ പറയും, അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയും, തിരുമേനിമാർ എന്നതായി കാണിക്കണമെന്ന് ചോദിക്കും, പാസ്റ്റർമാർ എന്നതായി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും, പിന്നെ ആൾക്കാർ എന്നായി കാണിക്കണമെന്ന് ചോദിക്കും. മുഴുവനും ലഹരി. ഇപ്പോഴത്തെ അജണ്ട അതാണ്, മുഴുവനും ലഹരിയാണ്. ഇതൊക്കെ അല്ലാതെ ഇതിനെ കുറിച്ചൊക്കെ വലിയ പ്രബന്ധം എഴുതാനുള്ള അറിവ് നമുക്കുണ്ട്. പക്ഷേ
യേശുവിനെ കുറിച്ച് മാത്രം പറയല്ല. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് രക്ഷ എന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം പറയാൻ അറിയാം. ദൈവമക്കളെ, അപ്പോൾ സമയത്തും അസമയത്തും കർത്താവിന്റെ നിത്യമായ സുവിശേഷത്തെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്ന കാര്യം മറക്കരുത്. സ്തെഫാനോസിന്റെ പ്രഭാഷണമാണ് നമ്മൾ 1-ാം വാക്യം മുതൽ കാണുന്നത്. അതിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അബ്രാഹാമിനെ വിളിച്ച കാലം മുതൽ. സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ 1-ാം ഭാഗമാണ് അബ്രാഹാമിനെ വിളിച്ച കാലം മുതൽ. അത് 2-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അബ്രാഹാമിനെ വിളിച്ച കാലം മുതൽ ഓരോ കാലത്തും ഓരോരോ രക്ഷകനെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു. ഓരോ കാലത്തും ഓരോരോ രക്ഷകനെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു. അതിന്റെ 2 ഉദാഹരണം ഇവിടെ സ്തെഫാനോസ് പറയുന്നുണ്ട്. അതിൽ ഒന്ന് യൗസേപ്പാണ്. ക്ഷാമത്തിൽ പോറ്റാൻ യൗസേപ്പിനെ. 2 അപ്പോസ്തലപ്രവൃത്തികൾ 7:9 മുതൽ 16 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 7:9 മുതൽ 16. പിന്നെ മറ്റൊന്ന് മോശയാണ്. മോശയെ കുറിച്ച്, മോശ അടിമത്തത്തിൽ രക്ഷകനായിട്ട് വന്നയാളാണ്. 7:25 വാക്യം. അതുപോലെ 39 മുതൽ 43 വരെ. എങ്കിലും രക്ഷകരായി യോസഫും രക്ഷകനായി മോശയും എഴുന്നേറ്റെങ്കിൽ പോലും അവർ വിഗ്രഹങ്ങളെ സേവിച്ചു, അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ഈ കാര്യമാണ് സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം സമാഗമന കൂടാരവും തുടർന്ന് ശലോമോന്റെ ദൈവാലയവും പണിയുവാൻ ദൈവം അനുവാദം നൽകിയെങ്കിലും അവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്ന് കൃത്യമായി വെളിപ്പെടുത്തി. പഴയ നിയമകാലത്ത് യെരൂശലേം ദൈവാലയത്തിൽ അഥവാ സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നിരുന്നു. മേഘമുയരുമ്പോൾ കൂടാരത്തിന്റെ കുറ്റി ഊരി മടക്കി കെട്ടി അവർ പുറപ്പെടും. എവിടെയാണോ മേഘം നിൽക്കുന്നത് അല്ലെങ്കിൽ ഷെക്കൈന നിൽക്കുന്നത് അവിടെ അവർ കൂടാരം അടിക്കും. അങ്ങനെ ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കി അവർ യാത്ര ചെയ്തിരുന്നു. അന്ന് ദൈവം അവരുടെ കൂടെ കൂടാരത്തിൽ ഇറങ്ങി വന്നിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ശലോമോന്റെ കാലത്ത് യെരൂശലേം ദൈവാലയം പണിയുന്നത്. യെരൂശലേം ദൈവാലയത്തിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിരുന്നു. എന്നാൽ ദൈവമക്കളെ നമ്മൾ ഓർക്കണം, സ്തെഫാനോസ് പ്രസംഗിക്കുന്ന ആ കാലയളവിൽ ഒരു പുതിയ വസ്തുത സ്തെഫാനോസ് പ്രഖ്യാപിച്ചു. എന്താണ്? പണിയപ്പെട്ട കൽപ്പണിയായ കെട്ടിടങ്ങൾക്കകത്ത് വസിക്കുന്നവനല്ല ദൈവം.
ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ആത്മാക്കളുടെ ഹൃദയങ്ങളിൽ പാർക്കുന്നവനാണ് ദൈവമെന്ന് സ്തെഫാനോസ് പ്രസംഗിച്ചു. ദൈവം പാർക്കുന്നത് ഹൃദയത്തിലാണ്. ഈ മന്ദിരത്തിനകത്താണ് ദൈവം പാർക്കുന്നത്, കൈപ്പണിയായതിലല്ല. ഈ ശരീരത്തിൽ അവൻ പാർക്കും. ഇത് 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അബ്രാഹാമിന്റെ കാലത്താരംഭിച്ച യഹൂദ ചരിത്രത്തിൽ നാശവും നഷ്ടവും കഷ്ടവും ഉണ്ടായ വേളകളിലെല്ലാം ദൈവം രക്ഷകനെ എഴുന്നേൽപ്പിച്ചിരുന്നു. 2, കൂടാരങ്ങളിൽ പാർത്തിരുന്ന ദൈവം ഇനി മനുഷ്യ ഹൃദയങ്ങളിൽ പാർക്കും. ഈ 2 വസ്തുത പ്രസംഗിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ അടിക്കല്ലിളക്കി എന്ന് പറയാം. ഇന്ന് ഈ കാലത്ത് രക്ഷകനായി ഒരുവൻ ഉദയം ചെയ്തു, അവനാണ് മോശയേക്കാൾ വലിയവനായ യേശു. സ്തെഫാനോസ് ചൂണ്ടിക്കാണിച്ചു. യൗസേപ്പിനേക്കാൾ, മോശയേക്കാൾ വലിയവനായ യേശുവിനെ അവിടെ ഉയർത്തി. ഇനി 2-ാമത്തേതിൽ വരുമ്പോഴോ, പഴയ നിയമത്തിന്റെ വ്യവസ്ഥയെ അടപടലം മാറ്റി പുതിയതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതവരുടെ ന്യായപ്രമാണത്തിന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അവരുടെ സർവസ്വമാണ് ദൈവാലയം. ഹേരോദാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ദൈവാലയമാണ് നിലനിന്നിരുന്നത്. ശലോമോന്റെ കാലത്ത് പണി കഴിപ്പിച്ച ദൈവാലയം അർത്ഥശക്ഷാൽ യഹോയാക്കീമിന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ചു. ശലോമോന്റെ കാലത്ത് പണിയപ്പെട്ട ദൈവാലയം യഹോയാക്കീമിന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ച ദൈവാലയം എസ്രാ, നെഹമ്യാ, സെരുബാബേൽ എന്നിവർ ചേർന്ന് പണിതു. എസ്രാ, നെഹമ്യാ, സെരുബാബേൽ എന്നിവർ ചേർന്ന് പണിത ദൈവാലയം അന്ത്യോക്കസ് എപ്പിഫാനോസ് നശിപ്പിച്ചു. അന്ത്യോക്കസ് എപ്പിഫാനോസ് നശിപ്പിച്ച ദൈവാലയം ഹേരോദാവ് പണിയിച്ചു. ഹേരോദാവ് പണിയിച്ച ദൈവാലയം തീത്തോസ് കൈസർ നശിപ്പിച്ചു. തീത്തോസ് കൈസർ നശിപ്പിച്ചു. പിന്നീട് ആരും ആ പണിക്ക് പോയിട്ടില്ല. കാരണം ദൈവം മനുഷ്യനിൽ വസിക്കുന്നു, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പാർക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു മന്ദിരം വേണ്ട. ഇനി അവന്റെ മന്ദിരങ്ങളായ നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ യെരൂശലേം ദൈവാലയത്തിന്റെ പുനഃസ്ഥാപനം നടക്കും. മഹാപുരോഹിതനും ന്യായാധിപ സംഘത്തിന്റെ അധ്യക്ഷനും ആ കാലത്ത് കയ്യപ്പാവായിരുന്നു. കയ്യപ്പാവ് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ കർത്താവിനെയും വിചാരണ ചെയ്തത്. സ്തെഫാനോസിനെയും കർത്താവിനെയും വിചാരണ ചെയ്തത്
കയ്യപ്പാവാണ്. 4:5 വാക്യം മുതൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 7:2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് നമ്മൾ വായിച്ചു, നമ്മൾ പറഞ്ഞു, അബ്രാഹാമിനെ ദൈവം വിളിച്ചത് സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ മെസൊപ്പൊത്താമിയയിൽ വിഗ്രഹാരാധിയായിരുന്ന അബ്രാഹാമിന് ദൈവം പ്രത്യക്ഷനായി. ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അബ്രാഹാമിന്റെ ഒരു കുലത്തൊഴിൽ പോലെയായിരുന്നു. വിഗ്രഹങ്ങളെ അപ്പനും മക്കളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കും. നമ്മുടെ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന വിഗ്രഹം വിൽക്കുന്ന നായാടികളെ കണ്ടിട്ടുണ്ടാവും. എന്നതുപോലെ ഇവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അബ്രാഹാം ഉൾപ്പെടെ മക്കളൊക്കെ ഇത് കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് കുടുംബം പുലർന്നിരുന്നതെന്ന് ചരിത്രം പറയുന്നു, വേദപുസ്തകത്തിലില്ല. ഒരു ദിവസം അബ്രാഹാം ഒരു പണി പറ്റിച്ചു എന്നാ പറയുന്നത്. അബ്രാഹാം ഒരു ദിവസം ഒരു വിഗ്രഹത്തെ അതിന്റെ കഴുത്ത് തല്ലി ഓടിച്ചു. എന്നിട്ട് ആ വടി മറ്റൊരു വിഗ്രഹത്തിന്റെ കയ്യിൽ കൊടുത്തു, തോളിൽ വെച്ചു. വൈകുന്നേരമായി പിതാവായ തേരഹ് വരുമ്പോ ഒരു വിഗ്രഹം വീണ് കിടക്കുന്നു, മറ്റേ വിഗ്രഹത്തിന്റെ കയ്യിൽ വടിയ. ഉടനെ പിള്ളേരെല്ലാം വിളിച്ചു ചോദിച്ചു. അപ്പൊ അബ്രഹാം പറഞ്ഞു എന്ന് പറഞ്ഞേ, ആ വടി ആരുടെ കയ്യിലിരിക്കുന്നുവോ ആ ആളായിരിക്കും അതിനെ അടിച്ചു വീഴ്ചതെന്ന്. അപ്പോ അബ്രഹാമിന്റെ കുസൃതി മറുപടി കേട്ട് തേരഹിന് അരിശം വന്നു. അബ്രഹാം പറഞ്ഞു, എന്നെ ഇനി പണിക്ക് കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്, നീ പോരടാന്ന്. അത്രയും മക്കളും കുലവും എല്ലാം ഉണ്ടായിരുന്നപ്പോ ദൈവത്തിന് വേണ്ടി എരിയുന്ന ഒരു കൊച്ചു ഹൃദയമുള്ളവനെ ദൈവം അതിന്റെ നടുവിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഇനി ഡിവൈസിന്റെ മുമ്പിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കാളൊക്കെ യോഗ്യന്മാരൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ വീട്ടുകാരിലും നമ്മുടെ ഗോത്രത്തിലും നമ്മുടെ ജാതിയിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടെങ്കിലും, എവിടെയോ ഹൃദയത്തിനകത്ത് ഒരല്പം പൊട്ട് കർത്താവിന് വേണ്ടി ഒരു തരി വീണിട്ടുണ്ട്. അത് കണ്ടിട്ടാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം ചെയ്യാം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒന്ന് എൻ്റെ കർത്താവ് എന്നിൽ കണ്ടു. ആർക്കും കാണാൻ കഴിയാത്ത ഒരു യോഗ്യത, ആർക്കും കണ്ടെത്താൻ കഴിയാത്ത എന്തോ ഒരു പ്രത്യേകത അബ്രാഹാമിൽ ദൈവം കണ്ടിട്ട് അബ്രാഹാമിനെ വിളിച്ചതുപോലെ ഈ ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന എന്നെയും മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് എന്നെയും എൻ്റെ ദൈവം കണ്ടുപിടിച്ചതാണ്. വിശ്വസിക്കുന്നവർക്കൊക്കെ അവനെ മഹത്വപ്പെടുത്താം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പറയണം, അബ്രഹാമിന്റെ ഈ ദൈവത്തെ വിൽക്കുന്ന പണി അവൻ അന്ന് അവസാനിപ്പിച്ചു. അവനെ ദൈവം ഒരു ജാതിയാക്കി. ഒരുപക്ഷെ അബ്രഹാമിനെയും സാറായിയെയും വീട്ടിൽ നിന്ന് ഇറക്കിയായിരിക്കാം. ഇതിന്റെ പേരിലുണ്ടായ ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാനങ്ങ് ഊഹിക്കുക, ഇതിന്റെ പേരിൽ വീട്ടിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം അബ്രഹാമും സാറായിയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൽദയുടെ പട്ടണമായ ഊരിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ രണ്ടുപേരും സങ്കടപ്പെട്ട് വേദനപ്പെട്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ അവൻ വിളിച്ചു, മോനെ നീ പോരെ,
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. നീ ഇവിടെ നിൽക്കേണ്ടവനല്ല. നീ വിഗ്രഹം വിറ്റ് ജീവിക്കേണ്ടവനല്ല. നീ ഇവിടെ കുടുംബക്കാരുണ്ടാക്കുന്ന ഉപവിഗ്രഹങ്ങളെ വിറ്റ് ജീവിക്കേണ്ടവനല്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞ് നമ്മളെ അവൻ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. മച്ചിയായ ഭാര്യയെയും കൂട്ടി അവന്റെ വകയും വാങ്ങി അവൻ കൂടാരം വിട്ട് എവിടേക്കെന്നില്ലാതെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എവിടേക്കെന്നില്ലാതെ അവൻ പുറപ്പെട്ടു. ഒന്നും കണ്ടിട്ടായിരുന്നില്ല. എവിടേക്കെന്നില്ലാതെ അവൻ പുറപ്പെട്ടു. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ചുമക്കുന്നവനല്ല, ദൈവത്തിന്റെ കൂട്ടുകാരനായി മാറി. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിലിരുന്ന 50 ഡിവൈസുകളിലായിട്ട് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ടവരും നിന്റെ വിലപ്പെട്ടവരുമായ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണം. എന്നെ നിനക്കറിയാലോ. ഞാനൊരു സാധുവാണ്, ഒരു പാവമാണ്. ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഓർമ്മ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ബലഹീനനാണെങ്കിലും കർത്താവേ, നീ ഏൽപ്പിച്ചിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുടെ നിനക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയെ നീ മാനിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട് കടന്നു പോകുന്ന ഈ വിലപ്പെട്ട മക്കളെ നീ വചനത്തിൽ വളർത്തണമേ. സ്തെഫാനോസിനെ പോലെ വചനത്തിൽ നിറഞ്ഞവരായി കാണപ്പെടാൻ നീ സഹായിക്കും. കർത്താവ് മഹത്വമെടുക്കണം. എല്ലാവരും അനുഗ്രഹിച്ചാട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.